7000 രൂപയുടെ താഴെ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ നോക്കിയാൽ ആദ്യം കണ്ണിൽ പെടുക ഐറ്റൽ A90 അല്ലെങ്കിൽ റെഡ്മി A5 ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോണുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. ഐറ്റൽ A90 നല്ല പ്രീമിയം ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. റെഡ്മി A5 സിമ്പിൾ പ്ലാസ്റ്റിക് ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്. ഐറ്റൽ A90 IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. റെഡ്മി A5 IP52 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. 7000 രൂപയുടെ താഴെ വരുന്ന ഫോൺ അല്ലേ, ഇതിൽ AI ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഐവാന AI ഐറ്റൽ A90 ലഭിക്കുന്നുണ്ട്. പക്ഷേ റെഡ്മി A5 AI ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഐറ്റൽ A90 എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം, ഫ്രീ ആയിട്ടുള്ള 100 ഡേയ്സിന്റെ സ്ക്രീൻ റീപ്ലേസ്മെന്റ് കൂടെ ഇവർ നൽകുന്നുണ്ട്. അതിപ്പം ആക്സിഡന്റൽ ഡാമേജിൽ സ്ക്രീൻ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാലും ഫ്രീ ആയിട്ട് മാറിക്കിട്ടും. റെഡ്മിയിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കയ്യിലെ കാശ് കൊടുത്ത് മാറേണ്ടി വരും. ബഡ്ജറ്റ് ഫോണല്ലേ, ക്യാമറയുടെ കാര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐറ്റൽ A90 ഷാർപ്പ് ആയിട്ടുള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കുന്നുണ്ട്. റെഡ്മി A5 32 മെഗാ പിക്സലിന്റെ ക്യാമറ ആണെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ക്യാമറാസിൽ എടുക്കുന്ന രീതിയിലുള്ള ഇമേജസ് ആണ് നമുക്ക് കിട്ടുക. അപ്പം ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റിയും ഐറ്റൽ A90 കിട്ടുന്നുണ്ട്. ഐറ്റൽ A90 അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ JioSaavn സബ്സ്ക്രിപ്ഷൻ 3 months ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ബോക്സിനുള്ളിൽ തന്നെ ഒരു ഫോൺ കേസ് ഉണ്ട്. ഡൈനാമിക് ബാർ ഇതിൽ എനേബിൾ ചെയ്യാൻ പറ്റും. സ്പീക്കർ ക്വാളിറ്റി ബെറ്റർ ആണ്. DTS ഓഡിയോയും ഇതിൽ സപ്പോർട്ടഡ് ആണ്.